എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം സെൽഫ് ലവ് ആണെന്ന് പറയാം. നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുവാനും പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും തുടങ്ങുമ്പോൾ എക്സ്റ്റേണൽ വാലിഡേഷൻ കിട്ടുവാൻ, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടുവാനുള്ള നമ്മുടെ പ്രവണത കുറയുന്നു. സെൽഫ് ലവ് എന്നത് സെൽഫിഷ് അല്ല, സ്വാർത്ഥതയല്ല. അത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന പരിഗണനയാണ്, റെസ്പെക്റ്റ് ആണ്. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ. സെൽഫ് ലവ് വളർത്തിയെടുക്കാൻ ചില സ്റ്റെപ്സ് താഴെ ചേർക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ പരിഗണനയോടെ, സഹാനുഭൂതിയോടെ, സെൽഫ് റെസ്പെക്റ്റോടെ കാണുമെന്ന തീരുമാനം നമ്മൾ ആദ്യം എടുക്കണം. രണ്ടാമതായി, നമ്മുടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉടനെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ അകമയുള്ള ലോകം രൂപപ്പെടുന്നത് നമ്മുടെ സെൽഫ് ടോക്കിലൂടെയാണ്. അത് നെഗറ്റീവ് ആയാൽ നമ്മെക്കുറിച്ച് തന്നെയുള്ള നെഗറ്റീവായ വിശ്വാസങ്ങൾ രൂപപ്പെടാൻ അത് കാരണമാകും. ഉദാഹരണമായി, ഞാൻ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത വ്യക്തിയാണ് എന്ന് സ്വയം പറയുന്നത് പോലെയുള്ളവ. അതുകൊണ്ട് നെഗറ്റീവായി സ്വയം സംസാരിക്കുന്നു എന്ന അവബോധം ഉണ്ടാകുമ്പോൾ തന്നെ അത് അവസാനിപ്പിക്കുക. 3. റീഫ്രെയിമിംഗ് നെഗറ്റീവ് സെൽഫ് ടോക്സ്. ഞാൻ സ്വയം നെഗറ്റീവായാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ അതിനെ ചോദ്യം ചെയ്യുക. ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? അതിനെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ചില തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കാം. ഉദാഹരണമായി, ഞാനൊരു പരാജയമാണെന്ന് സ്വയം പറയുന്ന വ്യക്തിക്ക് സ്വയം ചോദിക്കാം, ഇത് സത്യമാണോ? ഞാൻ മുൻപ് പല കാര്യങ്ങളിലും വിജയിച്ചിട്ടുണ്ടല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഓൾട്ടർനേറ്റീവായൊരു വാക്യം ഉണ്ടാക്കാം. ഉദാഹരണമായി, തെറ്റുകൾ സംഭവിക്കുന്നത് സാധാരണമാണ്, ഞാൻ അവയിൽ നിന്നും പഠിച്ച് മുന്നേറുകയാണ്. 4. സെൽഫ് കെയർ പ്രാക്ടീസുകൾ വളർത്തിയെടുക്കുന്നത്. ദിവസത്തിലിടയ്ക്കൊക്കെ സ്വയം ചോദിക്കാം, എനിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? എനിക്കിന്ന് എന്താണ് വേണ്ടത്? ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്, എൻ്റെ മൂല്യങ്ങൾക്ക് യോജിക്കാത്ത കാര്യങ്ങൾക്ക് നോ പറയുമെന്ന തീരുമാനമെടുക്കാം. സ്വന്തം വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നതുമെല്ലാം സെൽഫ് ലവ് വളർത്തിയെടുക്കുന്നതിന് സഹായിക്കും. സെൽഫ് ലവ് എന്നത് ഒരു പ്രക്രിയയാണ്. നമ്മൾ എത്ര സ്വയം സഹാനുഭൂതിയോടെ കാണുന്നുവോ അത്രയധികം അത് സ്വയം അനുഭവപ്പെടുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കും.